മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു എൻ്റെ ഉസ്താദ, നല്ല സ്നേഹമായിരുന്നു. മഹാനവറുകളോട് ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഇത് എന്തിയാ മൂപ്പരോട് പറയായിരുന്നെന്നാ. എന്താ സംഭവം? ഹജ്ജിന് പോയപ്പോൾ ദുആ ചെയ്തു, അല്ലാഹുവേ ഖുതുബുസ്സമാന്റെ വഴി ഹക്കാണെന്ന് നീ എനിക്ക് കാണിച്ചു തരണം, നീ ഉറപ്പിച്ചു തരണം റബ്ബേ. അറഫയിലും മിനയിലും മദീനത്തും കഅബയുടെ ഖില്ല പിടിച്ചും ഹജറുൽ അസ്വദിന്റെ അടുത്ത് വെച്ചും അവിടെ നിന്നൊക്കെ ദുആ ചെയ്തു, റബ്ബേ ഈ പരിശുദ്ധമായ വഴി ഞാൻ 13 വർഷം പഠിച്ച സ്ഥാപനം ഒരു ഭാഗത്ത്, 999 സ്വീകരിച്ച പരിശുദ്ധമായ വഴിയുടെ മഹാന്മാരായ മശായിഖുമാരുടെ ഭാഗത്തും ഈ വഴി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ദുനിയാവിൽ എന്തെങ്കിലും പേരെടുക്കാൻ വേണ്ടിയല്ല. റബ്ബേ എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് അവസാനം രക്ഷപ്പെടണം, എൻ്റെ ഖബറിൽ എനിക്ക് രക്ഷപ്പെടണം, നാളെ മഹ്ശറിൽ ഹിസാബില്ലാതെ എനിക്ക് സ്വർഗത്തിൽ പോകണം, മറ്റൊരാഗ്രഹത്തിന് വേണ്ടിയല്ല റബ്ബേ. അതുകൊണ്ട് ഈ വഴി ഇത് ഹക്കാണെന്ന് നീ എനിക്ക് കാണിച്ചു തരണം. മനസ്സറിഞ്ഞു ദുആ ചെയ്തു. ഹജ്ജ് കഴിഞ്ഞ് വന്ന് ബോംബെയിൽ വന്നപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ വഹാഉദ്ദീൻ ഷാ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ദർബാറിൽ എന്നും പോകും. ഹജ്ജിന്റെ ശേഷം 41 ദിവസം ദുആക്ക് ഇജാബത്തുണ്ടെന്നറിയാം, ഹദീസിലുള്ളതാണല്ലോ. വഹാഉദ്ദീൻ ഷാ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വല്ലാത്ത ദർബാറാണ്. ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ദർബാറിനെ കുറിച്ച് പറയാനുണ്ട്. ഒരു വെള്ളിയാഴ്ച ദിവസം സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സിൽസില വിളിച്ച്, എൻ്റെ കൂടെയുള്ള ഉമറാജ് ഉണ്ട്, അതുപോലുള്ള സഹോദരന്മാരൊക്കെ ഉണ്ട്. സിയാറത്ത് കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ, ഞങ്ങൾ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ഒരു സഹോദരൻ, താടി മീശയൊക്കെ പഠിച്ച ഒരു സഹോദരൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന തൗഹീദിന്റെ വചനം നമ്മൾ ചൊല്ലുന്നത് പോലെ ശബ്ദത്തിൽ ചൊല്ലുന്നു, അതിൻ്റെ എല്ലാ ഷർത്തും പാലിച്ചുകൊണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഉമറാജിഖാനോട് പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉമറാജിഖാന്റെ ഖബർ നന്നാക്കി കൊടുക്കുമാറാവട്ടെ. വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു സഹോദരനാണ്. ഗൾഫിലേക്ക് വന്നപ്പോൾ ഇങ്ങോട്ട് വന്ന ആദ്യത്തെ ടിക്കറ്റ് ആളെടുത്തതാണ്. ഇന്ന് ഖബറിൽ കിടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബർ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ. നല്ല മനസ്സിനുടമേ. മഹാനവറുകൾ എപ്പോൾ കണ്ടാലും അദ്ദേഹത്തിൻ്റെ കയ്യിന് ഒരു പ്രശ്നമുണ്ട്, കുഴഞ്ഞ പോലെ. എപ്പോഴും അത് പിടിച്ചിട്ട് ഇങ്ങനെ തടവും. ഖുതുബുസ്സമാനെ അത്ര സ്നേഹമായിരുന്നു. ആദ്യമായിട്ട് ഖുതുബുസ്സമാനെ കണ്ട സമയത്ത് ബഹുമാനപ്പെട്ടവർ ഈ വഴിയിലൊന്നും വന്നിട്ടില്ല. ഖുതുബുസ്സമാന്റെ ഡ്രസ്സുകൾ എടുത്ത്, കോട്ടെടുത്ത് കൊണ്ടുപോയിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ വന്നിട്ട് ബക്കറ്റിലതിട്ടു. എന്നിട്ട് പറഞ്ഞാൽ വെള്ളം എനിക്ക് വേണം. അന്ന് ബൈഅത്തും ചെയ്തിട്ടില്ല, കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഖുതുബുസ്സമാൻ മഹാനവറുകൾക്ക് ബൈഅത്തിനുള്ള ഈത്തപ്പഴം എല്ലാ പ്രാവശ്യവും കൊണ്ടുവരാറ് ബഹുമാനപ്പെട്ടവരാണ്. അപ്പൊ വഹാഉദ്ദീൻ ഷാ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ദർബാറിൽ ഒരു സഹോദരൻ ഈ പരിശുദ്ധമായ ദിക്ർ, തൗഹീദിന്റെ ദിക്ർ ശബ്ദത്തിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉമറാജിനോട് പറയാം, അദ്ദേഹത്തിന് ദിക്ർ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എവിടെ നിന്നാ കിട്ടിയെന്നറിയില്ല. ഒരാഴ്ച കഴിഞ്ഞു, രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞു, മൂന്നാമത്തെ ആഴ്ച ഈ സഹോദരൻ, മുമ്പ് പരിചയമില്ലാത്തൊരു സഹോദരൻ, മുമ്പൊരിക്കലും പരിചയമില്ലാത്ത സഹോദരൻ സിയാറത്ത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങൾ 6 പേരെ കാത്തു നിൽക്കുന്നു. അവിടെ പോയി സംസാരിച്ചു. കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലുള്ള ഒരു സഹോദരനാണ്. കുമ്പള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കാസർഗോഡ് ജില്ലയിൽ. അവിടെയുള്ള സഹോദരനാണ്. അദ്ദേഹത്തിന് ബോംബെയിൽ വലിയ ഹോട്ടലുണ്ട്, കൊളാബ എന്ന് പറയുന്ന സ്ഥലം. കൊളാബ എന്ന് പറഞ്ഞാൽ ബോംബെയിലെ വളരെ കണ്ണായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വലിയൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ മുതലാളിയാണ് അദ്ദേഹം. ചെറിയ ആളല്ല, വലിയ കച്ചവടക്കാരനാണ്. സലാം ചൊല്ലിയിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പണി? എനിക്ക് ഹോട്ടലാണ് തങ്ങളെ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ചൊല്ലിയ ദിക്ർ ഞങ്ങളൊക്കെ ചൊല്ലുന്ന ദിക്റാണ്, പക്ഷേ ഇങ്ങനെ ശബ്ദത്തോടു കൂടെ ഞങ്ങൾ ചെല്ലാറില്ല. നിങ്ങളത് ചെല്ലാൻ കാരണം ആര് പറഞ്ഞു തന്നതാ? അപ്പൊ പറഞ്ഞു, ഇവിടെ കിടക്കുന്ന വഹാഉദ്ദീൻ ഷാ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളാണ് ആ ദിക്ർ പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആ മഹാനുഭാവനുമായി, ഇവിടെ കിടക്കുന്ന 400 വർഷം മുമ്പ് പുറകോട്ട് കിടക്കുന്ന മഹാനുഭാവനുമായി ഇതുപോലൊരു ബന്ധം ഉണ്ടാകാനുള്ള കാരണം എന്തേ? പറഞ്ഞു, എനിക്ക് സിഹർ ബാധിച്ചിരുന്നു, മാനസികമായ വിഭ്രാന്തി ബാധിച്ചിരുന്നു. ഞാൻ ഏർവാടിയിൽ 2-3 വർഷത്തോളം അവിടെ ചികിത്സയിലായിരുന്നു.
ഭ്രാന്ത് മാറി, ഭ്രാന്തായിരുന്നു എനിക്ക്. 80% എൻ്റെ രോഗം മാറിയിട്ട് ഞാൻ ബോംബെയിലേക്ക് വന്നു, എൻ്റെ ഹോട്ടലിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോ കൊളാബലിയൊന്നും ഞാൻ ഇവിടെ വരും, ഈ മഹാനുഭാവന്റെ ദർബാറിൽ വരും, സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇവിടെ സിയാറത്ത് ചെയ്തേ പോകുള്ളൂ. രാത്രി ബഹുമാനപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി പല പ്രാവശ്യം. മഹാനവറുകൾ തന്ന ദിക്റാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ദിക്ർ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു തരട്ടെ പ്രിയപ്പെട്ട സഹോദര, ഇത് സ്വപ്നത്തിലൂടെയല്ലാതെ ഈ മഹാനുഭാവനിലൂടെ വരുന്ന പരിശുദ്ധമായ സിൽസിലയിലുള്ള ഈ മഹാനുഭാവന്റെ ശേഷം സയ്യിദ് അംറുല്ലാ ഷാ ഖാദിരി തങ്ങൾക്ക് ശേഷം സയ്യിദ് മുഹമ്മദ് മീർ അലി ഷാ തങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട മഹാന്മാരിലൂടെ ഖുതുബുസ്സമാൻ എന്ന് പറയുന്ന ഖുതുബുസ്സമാൻ സയ്യിദി യൂസുഫ് സുൽത്താൻ എന്ന് പറയുന്ന ഒരു ശൈഖ് അവറുകളുണ്ട്, ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരുടെ ശിഷ്യന്മാരാണ് ഞങ്ങൾ, അവിടുത്തെ മുരീദുമാരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഞാൻ നമ്പർ തരാം, നിങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഒന്ന് ചെന്ന് പോയാൽ മതി. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ ദിക്ർ തന്നെ അതിൻ്റെ യഥാർത്ഥ റൂട്ടിലൂടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരൻ ആ മഹാനായ ബഹുമാനപ്പെട്ട ബഹാഉദ്ദീൻ ഷാ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ദർബാറിന്റെ അടുത്ത് വെച്ച് മഹാന്മാരും സാക്ഷി നിർത്തിയിട്ട് ആ വെള്ളിയാഴ്ച ദിവസം രാവിലെ 7:30 മണിക്ക് എൻ്റെ കൂടെയുള്ള സഹോദരന്മാരുടെ മുഅ്മിനീങ്ങളായ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, തങ്ങളെ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കാൻ കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടുന്ന് സിയാറത്ത് ചെയ്തിട്ട് റൂമിലേക്ക് ചെന്നന്ന് രാത്രി അള്ളാഹുവിന്റെ കൃപ കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഇവിടെ കിടക്കുന്ന മഹാനുഭാവനെ കണ്ടു. അവർ നിങ്ങളെനിക്ക് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതെന്റെ മുരീദാണെന്ന് 400 വർഷം മുമ്പുള്ള ബഹാഉദ്ദീൻ ഷാ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ കാത്തുനിന്നത്, അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ കാത്തുനിന്നതെന്ന് പറഞ്ഞപ്പോ എൻ്റെ കൂടെയുള്ള സഹോദരൻ പണ്ഡിതന്മാരോട് ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ അള്ളാഹുവാണ് സാക്ഷി, പ്രിയപ്പെട്ടവരെ ഈ മഹാനുഭാവനാണ് സാക്ഷി, ബഹാഉദ്ദീൻ ഷാ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളാണ് സാക്ഷി, മഹാന്മാരാണ് സാക്ഷി. ഇനി ഈ കുപ്പയിൽ കിടക്കുന്ന ഈ ഗട്ടറിൽ കിടക്കുന്നതിലൂടെ ഒലിച്ചു പോകുന്ന എന്നെ കുറിച്ച് 400 വർഷം മുമ്പ് വഫാത്തായ മഹാനുഭാവൻ എൻ്റെ മുരീദൻ, എൻ്റെ ശിഷ്യനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മതി. ഇനി ലോകത്താരെന്ത് പറഞ്ഞാലും എനിക്ക് സംശയമില്ല ഈ പരിശുദ്ധമായ വഴിയിൽ. പ്രിയപ്പെട്ടവരെ, ആ ഒരറപ്പ് നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖായ പരിശുദ്ധമായ വഴിയാണ് ഖുതുബുസ്സമാൻ മഹാനവറുകൾ കാണിച്ചു തന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ മഹാനവറുകൾക്ക് ഫോൺ വിളിച്ച സമയത്ത് മഹാനുഭാവൻ പറഞ്ഞു, സ്വപ്നത്തിൽ കിട്ടിയിട്ട് കാര്യമില്ല, ഒരു മഹാന്റെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങണം. എനിക്കും അലിയാരി തങ്ങൾ സ്വപ്നത്തിലൂടെയും അല്ലാതെയും ഈ തൗഹീദ് നൽകിയിട്ടുണ്ട്, ഞാൻ ലക്ഷക്കണക്കിന് ചൊല്ലിയിട്ടുണ്ട്. ആ സമയത്തും ഓത്തുലാവൻ പറഞ്ഞത് ഖുതുബുസ്സമാനോട് പറഞ്ഞത്, അവസാന കാലത്തെ ഖുതുബുസ്സമാനോട് മഹാനുഭാവനോട് പറഞ്ഞത്, കരാറ് പുതുക്കണം, അതുവരെ യാത്ര തുടരണം. കരാറ് പുതുക്കിയ രാത്രി പറഞ്ഞു, ഇന്നാണ് നിങ്ങൾക്ക് കരാറ് പുതുക്കാൻ സാധിച്ചത്, ഇതാണ് ഞാൻ പറഞ്ഞ വഴിയെന്ന് ഓത്തുലാവൻ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഈ സംഭവം ഞാൻ ചെറുശ്ശേരി ഉസ്താദിനോട് പറഞ്ഞു. അപ്പോഴാ പറഞ്ഞത്, ഇത് നിങ്ങൾ എൻ്റെ മറ്റാളോട് പറയേണ്ടത്. ഒക്കെ കഴിഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്യണം. പറഞ്ഞു, നിങ്ങൾ ആ വഴിയിൽ പോയി കരുതിയിട്ട് പഴച്ചുന്നൊരു അഭിപ്രായം എനിക്കില്ല. നിങ്ങൾ അതിൽ പോയി എന്ന് കരുതിയിട്ട് പഴച്ചുന്നൊരു അഭിപ്രായം എനിക്കില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഖബറും പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ.